നൗഷാദ് റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ലൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ഉരുളക്കിഴങ്ങ് കറി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പൊ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക, പിന്നെ ലൈക്കും ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായി ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 കിലോ ഉണ്ടാവും കേട്ടോ. നമ്മൾ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇത് ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് മൊത്തം നുറുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നുറുക്കി വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം പറഞ്ഞു കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് മതി. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എളുപ്പം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടേ കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുത്താലും മതി കേട്ടോ. മൂടി വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കിഴങ്ങ് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ഈ വെള്ളം നമുക്ക് മാറ്റി വെക്കണം. ഇത് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിലാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോണത്. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കറി കിട്ടുക. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. ഇനി സ്റ്റവ് കത്തിച്ചതിന് ശേഷം വീണ്ടും ഒരു ചട്ടി വെച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടിന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തത് ഉള്ളി ഒന്ന് എളുപ്പം വാടി കിട്ടാനാണ്. ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് നടു കീറിയതുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഒരു 10 വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. പത്രത്തോളം പോകുന്ന ഒരു ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുക്കാം, ചതച്ചതാണ്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ഉരുളക്കിഴങ്ങ് കിട്ടുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ടൈപ്പിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി തക്കാളി ഒക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ വേവട്ടെ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ്, ഒരു കളർ ഉണ്ടായിക്കോട്ടെ. അതേപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടുതൽ ഇട്ടാൽ മതി. ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തത് മസാല ഒക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ് കേട്ടോ. ഉണ്ടോ, നല്ല അടിപൊളി മസാല ആയിട്ടുണ്ട് ഉണ്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം, ഉടയാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ, അവർക്കും കൂടി വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ച ഉരുളൻകിഴങ്ങ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുത്തുന്നത് കേട്ടോ. ഈ വെള്ളം സാധാരണ നമ്മൾ ഉരുളൻകിഴങ്ങ് വേവിച്ച് കഴിഞ്ഞാൽ കളയാറാണ് പതിവ്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കളയാതെ തന്നെ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണ്ടേ, അത് മതി. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളക്കട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. തീ ഓഫാക്കാം. ഇനി അവസാനമായിട്ട് ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇല്ലാണ്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ നമ്മളെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, കിഴങ്ങ് കറി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം. ചോറിൻ്റെ ഒപ്പം അതേപോലെ ചപ്പാത്തി, വെള്ളപ്പം, നൂൽപുട്ട് ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ലൊരു കറിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കുക, ചിക്കൻ കറി മാറി നിൽക്കും, അതേപോലുള്ള ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് കറി നിങ്ങളെല്ലാവരും കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഉരുളക്കിഴങ്ങ് കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.